നമസ്കാരം. സെമറ്റിക് മതങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ വിശ്വാസം മാത്രം ശരി, മറ്റ് വിശ്വാസങ്ങളൊക്കെ തെറ്റ് എന്ന സങ്കല്പമാണ്. അവർ മറ്റ് വിശ്വാസങ്ങളെ അംഗീകരിക്കുന്നേയില്ല. അവരുടെ വിശ്വാസത്തിൽ സഹിഷ്ണുതയില്ല. അവർ പറയുന്നു തങ്ങളുടെ വിശ്വാസത്തിലേക്ക് എല്ലാവരും എത്തുന്നിടത്താണ് യഥാർത്ഥ സത്യം തിരിച്ചറിയുന്നത് എന്ന്. ക്രൈസ്തവ വിശ്വാസികളും ഇങ്ങനെ തന്നെയാണ് ദൈവത്തെ കാണുന്നതെങ്കിലും അവർ ജീവിത മാതൃകയിലൂടെ കരുണ കാട്ടിയും വാത്സല്യം കാട്ടിയും ഒരു കവിളത്തടിക്കുന്നവൻ്റെ മറു കവിള് കാട്ടിയും എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്ലാമിക വിശ്വാസത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു വിഭാഗം ആളുകൾ പറയുന്നു, നിങ്ങൾ എന്ത് ക്രൂരകൃത്യം ചെയ്താലും എത്ര നിരപരാധികളെ കൊന്നാലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിയും ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ എന്ന്. ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് രാഷ്ട്രീയ ഇസ്ലാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം. ഇസ്ലാം എന്ന മതത്തിൻ്റെ അപ്പുറത്തേക്ക് വളർന്നു പന്തലിച്ച മതവിശ്വാസികൾക്ക് പോലും നിശബ്ദരാകേണ്ടി വരുന്ന ഇസ്ലാമിക രാഷ്ട്രീയം പറയുന്നത് അവരുടെ വിശ്വാസത്തിന് വേണ്ടി ആരെയും കൊല്ലാം, എന്ത് ക്രൂരകൃത്യവും ചെയ്യാമെന്നാണ്. അവരുടെ മാതൃകാ രാജ്യം ഇറാനും അഫ്ഗാനിസ്ഥാനും സിറിയയും ഒക്കെയാണ്. പഴയ സൗദി അറേബ്യയും പുതിയ പാകിസ്ഥാനും ഒക്കെ അവരുടെ സ്വപ്നങ്ങളിൽ പെടും. അതുകൊണ്ടാണ് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക വിപ്ലവം നടത്തി അവരുടെ റാഡിക്കൽ ഇസ്ലാം ഐഡിയോളജി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രത്യേകത സിവിൽ നിയമങ്ങൾ പാടില്ല, എല്ലായിടത്തും ശരീഅത്ത് തന്നെ നിയമമായി വരണമെന്നാണ്. ആ ആശയം നടപ്പിലാക്കാൻ വേണ്ടി ലോകമെമ്പാടും അനേകം ഭീകര സംഘടനകളുണ്ട്. ആ ഭീകര സംഘടനകളിൽ ചിലതിനെ മഹത്വവൽക്കരിക്കുകയും അതിനെ പോരാളികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഇടയിൽ പോലും സംഭവിക്കുന്നതാണ്. അങ്ങനെ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയാണ് ഫലസ്തീനിലെ ഹമാസ്. എന്നാൽ ഐസിസ് പോലെയുള്ള, ബോക്കോ ഹറാം പോലെയുള്ള, അൽ ഖ്വയ്ദ പോലെയുള്ള അനേകം ഭീകര സംഘടനകൾ ലോകമെമ്പാടും റാഡിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായി മുമ്പോട്ട് പോകുന്നു. പലതരത്തിലാണ് ഇവർ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. മതത്തിന്റെ മുഖമായിരിക്കും, ന്യൂനപക്ഷങ്ങളുടെ മുഖമായിരിക്കും, പൗരാവകാശങ്ങളുടെ മുഖമായിരിക്കും മിക്കയിടത്തും ഇവർക്ക് തുടക്കത്തിൽ. ഈ കാലയളവിൽ അവർ അനേകം മതസംഘടനകൾ ഉണ്ടാക്കും. പതിയെ പതിയെ അത് രാഷ്ട്രീയ സംഘടനകളായി മാറും. അങ്ങനെ അവർ പതിയെ പതിയെ പിടിമുറുക്കി ഒടുവിൽ അവരുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ റാഡിക്കൽ മുഖത്തിന്റെ ദംഷ്ട്രകൾ പുറത്തേക്ക് കാട്ടുകയും സിവിൽ സൊസൈറ്റിയുടെ നിയമങ്ങളെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. NDF-ഉം പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഇതിന്റെ നമ്മുടെ ഇടയിലെ ഉദാഹരണമായിരുന്നു. മീഡിയ വണ്ണിന്റെയും മാധ്യമത്തിന്റെയും ഉടമസ്ഥാവകാശമുള്ള ജമാഅത്ത് ഇസ്ലാമിയും SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കവചങ്ങളാണ്. അവർ പൂർണ്ണമായ റാഡിക്കൽ ഇസ്ലാമിലേക്ക് മാറാൻ ഇനിയും സമയമെടുക്കുമെന്ന് മാത്രം. അവരുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ നിശബ്ദരാവാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നിർബന്ധിതരാകുന്നു. എന്നെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ ഇതേക്കുറിച്ച് വിളിച്ചു പറഞ്ഞാൽ സംഘിപ്പട്ടം ചാർത്തി, കൃസംഗിപ്പട്ടം ചാർത്തി അപമാനിക്കാനും പരിഹസിക്കാനും ശപിക്കാനുമാണ് ഇവരൊക്കെ മുമ്പിലെത്തുന്നത്. ഇങ്ങനെ കൃത്യമായ അജണ്ടയോടെ മുമ്പോട്ട് പോകുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കുകയാണ്. 80% ഹിന്ദുക്കൾ ഉണ്ടെങ്കിലും അത് അസാധ്യമാണെന്ന് ഇവർ കരുതുന്നില്ല. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണമുണ്ടാകും എന്ന് തുറന്നു പറഞ്ഞവരാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പതിയെ പതിയെ അവരുടെ സ്വാധീനം ചിറക് വിടർത്തി എത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2014 യാദൃച്ഛികമായി മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. സംഘപരിവാർ ഭരണത്തിലെത്തുന്നതോടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇല്ലാതാകും എന്നവർ ആശങ്ക പരത്തി. എന്നാൽ 10 വർഷം ഭരണം പൂർത്തിയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, 3ാം തവണയും മോദി പ്രധാനമന്ത്രിയായതോടെ ഇവർക്ക് നിരാശയായി. മോദി ഭരണം മുമ്പോട്ട് പോവുക മാത്രമല്ല, RSS ശക്തി പ്രാപിക്കുകയും കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സംഘപരിവാർ കടന്നു കയറുകയും ചെയ്തതോടെ ഇവർ കാലങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ എല്ലാ സംവിധാനങ്ങളും തച്ചുടയ്ക്കപ്പെടുമോ എന്ന ഭയം ഇവരെ ബാധിച്ചു. മാധ്യമങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ വേട്ട എന്ന ഇരമുഖമുയർത്തി ഇവർ നടത്തിയ പ്രചരണങ്ങളൊക്കെ തിരിച്ചടിയാവുകയും ഹിന്ദുത്വ ശക്തികൾ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലുമൊക്കെ സംഘപരിവാർ അടിത്തറ ഉറപ്പിക്കുകയും ചെയ്തതോടെ ഇവരുടെ നുണക്കൊട്ടാരം പൊളിഞ്ഞു വീഴും എന്ന ഭയം ഇവരെ വല്ലാതെ ബാധിച്ചു. കശ്മീരിനെ ഉയർത്തിക്കാട്ടി ഇരവാദമുയർത്തി ജനപിന്തുണ ഉറപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ നയം. കശ്മീർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലോകത്തെ ഏറ്റവും ശക്തമായ 2ാമത്തെ പൂമുഖവാതിലാണ്. ഫലസ്തീൻ കഴിഞ്ഞാൽ
ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ രണ്ടാമത് പറയുന്ന പേര് കശ്മീരാണ്. ഇന്ത്യയിൽ ഇരുന്ന് പറഞ്ഞാൽ ജയിലിലാവും എന്നതുകൊണ്ട് സംയമനം പാലിക്കുന്നു എന്നതൊഴിച്ചാൽ ഫലസ്തീനെ കാണുന്നത് പോലെ തന്നെയാണ് സ്വതന്ത്ര കാശ്മീരിനെ ഇക്കൂട്ടർ കാണുന്നത്. ആ പ്രതീക്ഷയൊക്കെ തച്ചുടയ്ക്കുന്ന വിധത്തിൽ കാശ്മീരിലെ ജനതയെപ്പോലും സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും വികസനത്തിന്റെയും വഴിയിലേക്ക് നയിക്കാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മോദി സർക്കാരിന് കഴിഞ്ഞു. അത് കാശ്മീരിലെ ജനങ്ങൾ അംഗീകരിക്കുകയും അവിടെ സമാധാനം കൈവരികയും പുതിയ തൊഴിലവസരങ്ങൾ വരികയും ജനങ്ങൾ കാശ്മീരിലേക്ക് സന്ദർശനത്തിനായി എത്തുകയും ചെയ്തതോടെ ഇവരുടെ കാൽ ചുവട്ടിലെ മണ്ണിളകിപ്പോകുന്നതായി ഇവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയായിരുന്നു ഇക്കൂട്ടർ പഹൽഗാം ഭീകരാക്രമണം നടത്തിയത്. അതോടുകൂടി കാശ്മീരിലെ സമാധാനം ഇല്ലാതാകുമെന്ന് അവർ സ്വപ്നം കണ്ടു. പക്ഷേ ഫലം തിരിച്ചായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകരവാദികളെ പാഠം പഠിപ്പിക്കുകയും പാകിസ്ഥാനെ തന്നെ നിലം തൊടാനാവാത്ത വിധത്തിൽ ഒതുക്കി നിർത്തുകയും ചെയ്തു. ഇതോടെ ഇവർക്കൊരു കാര്യം ബോധ്യമായി. ഇങ്ങനെ മോദിയും BJP മുമ്പോട്ട് പോയാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചിറക് വിരിക്കാൻ പോയിട്ട് ചിറകിനെ കുറിച്ച് പറയാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. എങ്ങനെയും അസമാധാനം ഉണ്ടാക്കുക, അസ്ഥിരത ഉണ്ടാക്കുക, മോദി വിരുദ്ധ കലാപമുണ്ടാക്കുക. അതിനൊരു തുടക്കമായിരുന്നു ഓറഞ്ച് വിപ്ലവം എന്ന നിലയിൽ ബുദ്ധവിശ്വാസികളെ ഇളക്കി വിട്ടുകൊണ്ട് ലഡാക്കിൽ നടത്തിയ പരീക്ഷണം. പക്ഷെ ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല അതടിച്ചമർത്താൻ. ഇതോടുകൂടിയാണ് ഈ ഭീകര സംഘങ്ങൾ അന്തിമ യുദ്ധം പ്രഖ്യാപിച്ചത്. ഒന്നുകിൽ ഭയപ്പെടുത്തി പാഠം പഠിപ്പിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്ന തീരുമാനത്തോടെ ഈ ഭീകര സംഘടനകൾ ചാവേറാക്രമണത്തിന് പദ്ധതിയിട്ടു. ചെറിയ ചാവേറാക്രമണമായിരുന്നില്ല അവർ പദ്ധതിയിട്ടത്. ഡൽഹി നഗരത്തെ ചുട്ടരിക്കുന്ന തരത്തിൽ പലയിടങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ അവർ ശേഖരിച്ചു. ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തത് വിദ്യാസമ്പന്നരായ ജിഹാദികളായിരുന്നു എന്നോർക്കണം. പിടിയിലായ 3 പേരും ഡോക്ടർമാരാണ്. ആത്മഹത്യാ സ്ക്വാഡിന്റെ ഭാഗമായി 13 പേരുടെ ജീവൻ എടുത്തുകൊണ്ട് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ കൊല്ലപ്പെട്ടയാളും ഡോക്ടറായിരുന്നു. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ ഒരു വനിതാ ഡോക്ടറും ഉണ്ടായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന സത്യമായി മാറി. ഫരീദാബാദിൽ അൽഫലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്ന ഉമർ ഉൽ നബി അല്ലെങ്കിൽ ഉമർ മുഹമ്മദ് ആയിരുന്നു ആത്മഹത്യാ സ്ക്വാഡിന് നേതൃത്വം കൊടുത്ത് രക്തസാക്ഷിയായി 13 പേരുടെ ജീവൻ തട്ടിപ്പറിച്ചത്. ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി പിടികൂടിയവരിൽ ഒരു വനിതാ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ഷഹീൻ ഷാഹിദ്. ഈ ഷഹീൻ ഷാഹിദ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിന് ഇന്ത്യയിൽ തുടക്കമിടാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. ലക്നൗ സ്വദേശിയായ ഷഹീൻ ഷാഹിദ് ഫരീദാബാദിൽ ഹാസ്റ്റലായ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ സഹപ്രവർത്തകയായിരുന്നു. ഇരുവരും അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായിരുന്നു. ജമാഅത്ത് ഉൽ മൊമിനാരോ ഇന്ത്യ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത് ജെയ്ഷെ മുഹമ്മദിലേക്ക് സ്ത്രീകളെ കൂടി കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തമായിരുന്നു ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഏറ്റെടുത്തത്. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരിയായ സാദിയ അസറാണ് ഈ വനിതാ വിഭാഗത്തിന്റെ തലൈവ. കാണ്ഡഹാർ വിമാനറാഞ്ചൽ കേസിലെ മുഖ്യപ്രതിയായ യൂസഫ് അസറിന്റെ ഭാര്യയാണ്. ഇത്തരത്തിൽ സംഘങ്ങളെല്ലാം ചേർന്ന് ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഡൽഹി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. പക്ഷെ ഫരീദാബാദിൽ വെച്ച് 3 ഡോക്ടർമാർ പിടിയിലായതോടെ, അവർക്കൊപ്പം ഈ ഭീകരാക്രമണ ആസൂത്രകരായ മറ്റ് 5 പേർ കൂടി പിടിയിലായതോടെ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട ഉമർ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ആരുടെയെങ്കിലുമൊക്കെ ജീവൻ എടുത്തില്ലെങ്കിൽ ജയിലിലാവും എന്ന് ഭയന്ന് സ്വയം പൊട്ടിമരിക്കുകയും പരിസരത്തുള്ള 12 പേരെ കൊലയ്ക്ക് കൊടുക്കുകയുമായിരുന്നു. ഭീകരവാദത്തിന് വേറൊറുക്കാതെ ഇന്ത്യക്ക് ഇനി വിശ്രമമില്ല. ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേര് മാന്തിപ്പറിച്ച് ചുട്ടരിക്കുന്നത് വരെ ഇന്ത്യയോ ഇന്ത്യക്കാരോ ഇനി വിശ്രമിക്കില്ല എന്ന് തീർച്ച.